ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പൊട്ടറ്റോ മസാല ബോണ്ടയാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു മസാല ബോണ്ട. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കൊരു 4 ഉരുളൻകിഴങ്ങ് എടുത്ത് കുക്കറിലിട്ടൊരു 4 വിസിൽ അടുപ്പിച്ച് പുഴുങ്ങിയെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് ഇതുപോലെ നമുക്ക് ഉടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പെരിഞ്ജീരകം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്കൊരു 3 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്കിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പില ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവാളയൊന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇത് ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടികളുടെ എല്ലാം മണം പോകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഉടച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉരുളൻകിഴങ്ങൊക്കെ ഇതിലേക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉരുളൻകിഴങ്ങും ഈ മസാലയും ഒന്നാവുന്ന പോലെ നന്നായിട്ട് ചേർന്ന് കിട്ടണം. അതുപോലെ വേണം ഒന്ന് ഇളക്കിയെടുക്കാൻ. 2 സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു 2 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 2 സെക്കൻഡ് ശേഷം നമുക്ക് തുറന്നിട്ട് തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദമാവിൻ്റെ കൂട്ടാണ്. അത് നമുക്ക് മുക്കിപ്പൊരിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു കൂട്ടുണ്ട്. അത് നമുക്ക് റെഡിയാക്കാം. ഞാനൊരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് 250 ml 1 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ഈശയാണ് ചേർത്തത്, 2 കപ്പായിട്ട്. അപ്പോൾ അത് ഒരു 250 ml ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 കപ്പ് നമ്മുടെ കടലമാവിൻ്റെ പൊടി, ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വെച്ച് ചേർത്താൽ മതി. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം. ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കലക്കിയെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം കേട്ടോ കലക്കിയെടുക്കാനായിട്ട്. ബജിക്ക് മാവൊക്കെ തയ്യാറാക്കില്ലേ, ബജി മാവൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു കൂട്ടിൽ തന്നെ ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ കലക്കിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കടലമാവിൻ്റെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ചൂടാറിയതെടുത്തിട്ട് ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മുടെ കയ്യിൽ കുറേശ്ശെ എടുത്തിട്ട് ബോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ട് ഒരു 12 എണ്ണമാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയോ ഓയിലോ നന്നായിട്ട് ചൂടാക്കണം. ചൂടായോ എന്നറിയാൻ മാവ് ഒരു നുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് എണ്ണ ചൂടായി എന്നറിയാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബോളുകൾ ഈ മാവിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ മസാല ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ മസാല ബോണ്ട മുങ്ങിക്കെടുക്കുന്ന പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു ഭാഗം മൊരിഞ്ഞ് വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. വളരെ രുചികരമായ ഒരു മസാല ബോണ്ടയാണ്. നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കൂ.
ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കേ.